രാജനിശ്ചയത്തിൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു. പ്രണയവിലാസത്തിൽ ഫസ്റ്റ് ഹാഫിൽ മാത്രം. എനിക്ക് അഭിനയത്തോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പാഷനായിട്ട് അഭിനയത്തെ കാണുന്ന ഒരാളാണ്. ഒരു പ്രൊഫഷൻ എന്നതിൽ ഉപരി എനിക്ക് നല്ലൊരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് ആഗ്രഹം. അപ്പോൾ പ്രണയവിലാസം കഴിഞ്ഞിട്ട് 2 വർഷം ഗ്യാപ്പ് വന്നതും അതാണ്. വരുന്ന സിനിമകളൊക്കെ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവുന്നതിനേക്കാൾ നല്ല സിനിമ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സിനിമയിൽ നിലനിൽപ്പ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ 2 വർഷം നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ഇതിൽ നിഷാദുള്ള കഥാപാത്രമാണ്, നകുലൻ്റെ ഭാര്യയാണ്. നല്ല കഥാപാത്രമാണ്, നല്ല പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് ഏൽപ്പിച്ചതിന് ഫഹദിനോടും ഉത്സവിനോടും വലിയ കടപ്പാടുണ്ട്. അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾ ഞാനാണ് കഥയിൽ. പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു മില്യൺ താങ്ക്സ് പറയാനുള്ള എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ്, ഉത്സവിൻ്റെ അടുത്തും ഫഹദിൻ്റെ അടുത്ത്. അവരാണ് എനിക്ക് എൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്നവരാണ് ഡിജിറ്റൽ വില്ലേജിലൂടെ. പിന്നെ പരിവാർ തുടങ്ങുമ്പോഴും നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഞാനും വെയിറ്റിംഗ് ആണ്, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ഡേയ്സ് ഒക്കെ. അതിൻ്റെ സിനിമയിലെ തന്നെ ആദ്യത്തെ ഷോട്ട് എൻ്റെ ഇന്ദ്രൻ സാറിൻ്റെ ആയിരുന്നു. അതും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻ്റാണ്. പിന്നെ സുന്ദരിയായിട്ടുള്ളൊരു നായികയാണ് എൻ്റെ, അതും വേറെ സന്തോഷം. അപ്പോൾ എന്തുകൊണ്ടും ആരും നിരാശപ്പെടുത്തില്ല സിനിമ, അത് ഉറപ്പാണ്. മാർച്ച് 7 റിലീസാണ്. ഈഗർലി വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്കെല്ലാം സുന്ദരിമാരായ നായികമാരെ കിട്ടിയത്. അതെ, എല്ലാവർക്കും സുന്ദരിയായിട്ട് അല്ല, എനിക്ക്. നമസ്കാരം, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിനിമോൾ എന്നാണ്. സോ ഇവരുടെ ഫാമിലി, ഞാൻ നെയ്ബറാണ്. ഇവരെ അച്ഛനെ നോക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. സോ അതാണ് ക്യാരക്ടർ. പിന്നെ സോ മാർച്ച് 7 റിലീസ്, എല്ലാവരും പോയി കാണണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈനി വിജയൻ. എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു. അവർ ഇത്രയും വലിയൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എനിക്ക് കഥാപാത്രം എത്രത്തോളം ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത്രയും ഒരു സമാധാനത്തോടെ എനിക്ക് ചെയ്യാൻ ഒരു ധൈര്യം തന്നത് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ളൊരു നാടകം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ നാടകത്തിൽ നിന്ന് ദീപൻ ശിവരാമൻ, ആ ഡയറക്ടറോടാണ് എനിക്ക് വേറൊരു തരത്തിൽ നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട് ചെറുവത്തൂര്, കാസർഗോഡ് ജില്ലയിലാണ്. പാരമ്പര്യമായിട്ട് നമ്മൾക്ക് അങ്ങനെ അഭിനയിക്കാൻ വലിയ പാരമ്പര്യം എന്ന് പറയാൻ കുറേ ആൾക്കാരൊന്നുമില്ല. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാലൊരു നാടക നടനായിരുന്നു. അവിടെ നിന്നായിരിക്കും എനിക്ക് ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു കഴിവ് കിട്ടിയതെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ജഗദീഷ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റി, ഇത്രയും ത്രൂ ഔട്ടുള്ളൊരു വലിയ ക്യാരക്ടർ. പിന്നെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഷാജിയൻ കരുൺ സാറിൻ്റെ ഓട് എന്ന ചിത്രത്തിലാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടാ ഒരു തോണിയിൽ നമ്മൾ വന്നത് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അന്ന് തോണിക്കാരൻ ഇന്ദ്രൻ ചേട്ടനായിരുന്നു. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ ഇഷ്ടമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ വരുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. പിന്നെ ജഗദീഷ് സാറിൻ്റെ കൂടെ വരുമ്പോൾ കോമ്പിനേഷൻ അടുത്തടുത്ത് സാറിൻ്റെ കണ്ടു കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രശാന്ത് ഭായി, നാടകാചാര്യൻ, നമ്മുടെ മീൻരാജ് സർ, അല്ലല്ല വിജയപാൽ സർ, ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഉണ്ണിമായ പിന്നെ എൻ്റെ നാട്ടുകാരിയാണ്. ഞാനൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കാസർഗോഡ് ജില്ലക്കാരാണ്. ഉണ്ണി. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. ഗീത, സഹദേവന്റെ ഗീത. ഒരു അധിക വിദ്യാഭ്യാസമൊന്നുമില്ല, പൊട്ടത്തരത്തിന് കൈയും കാലും വെക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ കുറെ പൊട്ടത്തരം ഉണ്ടാവും, എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾ തിയേറ്ററിൽ മാർച്ച് ചെയ്യുന്ന പോയിട്ട് നേരിട്ട് പറയുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണണം. എല്ലാവർക്കും നന്ദി. സന്തോഷം, സ്നേഹം. ഇതിൽ എൻ്റെ കഥാപാത്രം ശകുനിയാണ്, ശ്രീകൃഷ്ണനാണ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. എന്തായാലും ഉടനീളം ഒരു കഥാപാത്രം എനിക്ക്
ഈ സിനിമയിൽ സംവിധായകർ തന്നു. അതിന് എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജഗദീഷ് സാറാണ് അവസരം ഉണ്ടാക്കിയത്. ഇത് യുക്തിഭദ്രമായൊരു കഥയാണ്. സംവിധായകൻ വളരെ യുക്തിഭദ്രമായൊരു കഥ രസകരമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ലോക ആരംഭം മുതൽ അവസാനം വരെ നിൽക്കുന്നൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിരിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയലത്തെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവും, ഇതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൻ്റെ കാരുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഇത് മിടുക്കന്മാരായ നമ്മുടെ സംവിധായകർ ആണെന്ന് തന്നെയാണ് എൻ്റെ ഈ സിനിമ ഷൂട്ട് ചെയ്ത് ഡബ് ചെയ്ത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വന്ന് മിടുക്കന്മാരാണ്. പിന്നെ ബിജുപാൽ സാറിൻ്റെ സംഗീതം ഞാനിപ്പോഴാണ് കേട്ടത്. കാരണം അത് ഡബ് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ പാട്ട് കേട്ടപ്പോൾ അത് മൂളാൻ എനിക്ക് തോന്നി. എന്തായാലും കാണാൻ പണം പഠിക്കാൻ എവിടെയെങ്കിലൊക്കെ പാട്ടുകാരൻ അല്ലെങ്കിൽ പിന്നെ സന്തോഷവും സാറിൻ്റെ വരികളും ഉണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെയും യുക്തിഭദ്രതയുടെ ഒരു കഥയാണ്. എല്ലാവരും വന്നാണ്. എൻ്റെ പേര് ഗിൽഡ എന്നാണ്. ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഈ പാണ്ഡവ പടയുടെ ഏക നെയ്ബറാണ്. എൻ്റെ ഹസ്ബൻഡായിട്ട് ഫ്ലെക്സ് വാസു എന്ന് പറഞ്ഞ സാബുചേട്ടനാണ് ക്യാരക്ടർ ചെയ്യുന്നത്. ബാക്കി പിന്നെ നിങ്ങൾ 7-ാം തീയതി കണ്ടിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ വിലയിരുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമയിൽ 2 കുടുംബങ്ങളെ പറ്റി പറയുന്ന ഒരു കഥയാണ്. അതിൽ പ്രധാന കുടുംബം എന്ന് പറയുന്നത് പാണ്ഡവന്മാരുടെ കുടുംബവും അതിനടുത്ത് താമസിക്കുന്ന ഫ്ലെക്സ് വാസുവിൻ്റെ കുടുംബമാണ്. അപ്പം എൻ്റെ മകളാണ് ഇതിലെ നായിക അവരുടെ വീട്ടിൽ സുഖമില്ലാതെ നടക്കുന്ന അച്ഛനെ പരിചരിക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ അവിടെ ഒരു കള്ളക്കളിയും കൂടി പുള്ളിക്കാരിക്കുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഇതിൽ പോസ്റ്ററിലൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെ പ്രമോദ് വെളിയനാട് ചേട്ടൻ വിളിച്ചിട്ട് പുതിയ അദ്ദേഹത്തിന് നാടക അവാർഡ് കിട്ടി. അപ്പോൾ അതിന് കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വിളിച്ചപ്പോഴേ സാബുവേ എല്ലാവരും എന്നെ വിളിച്ച് കൺഗ്രാറ്റുലേഷൻ പറയുന്നുണ്ട് പോസ്റ്ററിൽ വന്നതിന്. ഞാൻ എൻ്റെ അടുത്തും പറയുന്നുണ്ട് പ്രമോദ് വെളിയനാട് നിൽക്കണം, നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കണം. ഞാനതിൽ വലിയ താടിയൊക്കെ വെച്ചിട്ട് മുട്ടയൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരു രൂപമാണില്ല. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയാണ്. പിന്നെ ഇതിൽ ഓഡിഷൻ വന്ന സമയം തൊട്ട് എനിക്ക് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ഈ നമ്മുടെ ഡയറക്ടർമാർ തിരഞ്ഞെടുത്തു. എന്നാൽ ഒരു സമയം എൻ്റെ നിന്ന് കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നി. അത്രയ്ക്ക് വലിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജഗദീഷേട്ടനും പ്രശാന്ത് അലക്സാണ്ടറും വളരെയധികം സഹായിച്ചു. ഇന്ത്യൻ സേട്ടനെ ഞാനൊരു 3ാമത്തെ പടമാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ഇന്ത്യൻ സേട്ടൻ്റെ ചെറിയ ട്രിക്കുകളൊക്കെ മാറിയൊക്കെ പറഞ്ഞിരുന്നു, നീ അങ്ങനെയും കൂടി ചെയ്തു നോക്ക്, നീ ഇങ്ങനെ ഒന്ന് മുഖം പിടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വളരെ സഹായി. അതുകൊണ്ട് ഈ കഥാപാത്രം പൂർണ്ണമായിട്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. മാർച്ച് 7-ന് നിങ്ങളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഈ പടം കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. സംവിധായകരോട് തന്നെയാണ്. ഇവരുടെ ഡിജിറ്റൽ വില്ലേജ് പറഞ്ഞ സിനിമയിൽ ഞാനും ഋഷിയും ഞങ്ങൾ 3 നായകന്മാരായിരുന്നു. അതിൽ ഒരു ത്രൂഔട്ട് ക്യാരക്ടറായിരുന്നു ഞങ്ങൾ 3 പേരും. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, അമൃത് എന്നാണ് പേര്. അവനിപ്പം പുറത്താണ്. അപ്പം ഈ സിനിമയിൽ ക്യാരക്ടറിൻ്റെ പേര് അശോകൻ എന്നാണ്. ഈ പഞ്ചപാണ്ഡവരിൽ മൂത്തവനായ ധർമ്മപുത്രയുടെ മകനാണ്. അപ്പം പാണ്ഡവഭൂമിയിൽ ഒരു അശോകൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ്. അപ്പം സെക്കൻഡ് ഹാഫോട്ട് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അപ്പം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തെങ്കിലും ഈ സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. ബാക്കിയെല്ലാം നിങ്ങൾ മാർച്ച് 7-ന് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. താങ്ക് യു. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു സിനിമ. മാർച്ച് 7-ാം തീയതി ഇറങ്ങും. എല്ലാവരും പോയി കാണും. താങ്ക് യു.